ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഹരി. ഇന്ന് അടിപൊളി ഒരു സണ്ണി ഡേ ആണ്. അയർലൻഡിലെ മഞ്ഞുമഴ എന്നുള്ള വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് എന്നെ വിളിച്ചിരുന്നു, മെസ്സേജ് അയച്ചു. എല്ലാവർക്കും ഇഷ്ടമായെന്ന് പറഞ്ഞു. ഒരുപാട് സന്തോഷം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, അന്ന് മഞ്ഞുമഴ പെയ്ത ദിവസം രാവിലെ ഞാൻ കാറും എടുത്തിട്ട് സ്ഥലങ്ങളൊക്കെ കാണാൻ പോയിരുന്നു. വീടിനടുത്തുള്ള സ്ഥലങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ പോയ വഴിക്കുള്ള കാഴ്ചകളും ഞാൻ കാറിനകത്ത് നിന്ന് ഷൂട്ട് ചെയ്ത കുറച്ച് വീഡിയോസൊക്കെ ഉണ്ട്. അതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ടൊരു വീഡിയോ ആണ്. അയർലൻഡിലെ കാഴ്ചകൾ കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ കണ്ടിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നവംബർ 21-നാണ് അയർലൻഡിലെ കോർക്കിലെ സ്നോഫാൾ ഉണ്ടായിരുന്നത്. രാവിലെ 7 മണിക്കാണ് ഞാൻ കാർ എടുത്തിട്ട് സ്ഥലങ്ങൾ കാണാൻ വേണ്ടി പോയത്. അന്ന് രാവിലെ ടെമ്പറേച്ചർ നോക്കുമ്പോൾ 1 ഡിഗ്രി ആയിരുന്നു. ഞാൻ ആദ്യം പോയത് ഫ്രാങ്ക്ഫീൽഡിലേക്കായിരുന്നു. ഞാൻ താമസിക്കുന്ന വീടിൻ്റെ അവിടെ നിന്ന് ഒരു 2 കിലോമീറ്റർ ചുറ്റളവിലുള്ള സ്ഥലമാണ്. ഞാൻ താമസിക്കുന്നത് കോർക്കിലെ ഗ്രേഞ്ച് എന്നൊരു സ്ഥലത്താണ്. ഗ്രേഞ്ചിലെ ട്രാഫിക് സിഗ്നലാണ് ഈ കാണുന്നത്. ട്രാഫിക് സിഗ്നലിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് പോകുന്ന ഫ്രാങ്ക്ഫീൽഡും റൈറ്റിലേക്ക് ഡഗ്ലസും ആണ്. കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, വീടിനടുത്തുള്ള 2 സൂപ്പർ മാർക്കറ്റാണ്. ഒന്ന് അൽദിയും പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന സൂപ്പർ വാല്യൂ. ഇപ്പോൾ 7 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ രാവിലെ. ഇവിടെ നേരം വെളുക്കുന്നത് 9 മണിയൊക്കെ ആവും. വിന്റർ ആയിക്കഴിഞ്ഞാൽ അയർലൻഡിൽ അങ്ങനെയാണ്. ഈ പോകുന്നതാണ് ഗ്രേഞ്ച് റൂട്ടിൽ ഓടുന്ന ബസ്. 206 ആണ് ബസ്സിന്റെ നമ്പർ. ഡബിൾ ഡെക്കർ ബസ്സാണ് ഇവിടെ കൂടുതലുള്ളത്. ആ കാണുന്ന സിഗ്നൽ കഴിഞ്ഞിട്ടാണ് ഫ്രാങ്ക്ഫീൽഡ്. ഞാൻ അവിടെ നിന്ന് ലെഫ്റ്റിലേക്കാണ് പോയത്. ഞാൻ മെയിൻ റോഡിൽ നിന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു. ഇതൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. റോഡിൽ വണ്ടികളൊക്കെ വളരെ പതിയാണ് പോകുന്നത്. 30 കിലോമീറ്റർ 40 കിലോമീറ്റർ സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാൻ അതുവഴി കറങ്ങി തിരിച്ച് വീടിനടുത്ത് തന്നെ എത്തി. ആ നേരെ കാണുന്ന ബിൽഡിംഗ് ആണ് ഞാൻ താമസിക്കുന്ന വീട്. ഇത് നമ്മൾ നേരത്തെ കണ്ട ഗ്രേഞ്ചിലെ ട്രാഫിക് സിഗ്നലാണ്. ഇനി ഞാൻ നേരെ റൈറ്റിലേക്കാണ് പോകുന്നത്. ഡഗ്ലസ് റോഡിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ സമയം 7:30 മണി കഴിഞ്ഞു. സ്നോഫാള് കൂടിക്കൂടി വരുന്നുണ്ട്. ഈ വരുന്നത് അടുത്ത 206 ബസ്സാണ്. ഗ്രേഞ്ചിൽ നിന്ന് കോർക്ക് സിറ്റിയിലേക്ക് എല്ലാ 15 മിനിറ്റിലും ഇവിടെ നിന്ന് ബസ്സുണ്ട്. ഈ സിഗ്നൽ കഴിഞ്ഞ് താഴേക്ക് പോകുന്നതാണ് ഡഗ്ലസ് എന്ന് പറഞ്ഞ സ്ഥലം. ഇവിടെ എത്തിയപ്പോഴേക്കും സ്നോഫാൾ കൂടിക്കൂടി വരുന്നുണ്ട്.
ഞാനിനി ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്കാണ് പോയത്. ഇത് ഡഗ്ലസിലെ വേറൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. ഞാൻ ഈ റോഡിൻ്റെ എൻഡ് വരെ പോയി. അവിടെ കാറ് പാർക്ക് ചെയ്തിട്ട് പിന്നെ കുറച്ച് നടന്ന് കാഴ്ചകളൊക്കെ കണ്ടു. അവിടെ ഇറങ്ങി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം ഞാൻ തിരിച്ചു പോകുകയാണ്. ഞാൻ കാറ് പാർക്ക് ചെയ്തിട്ട് എടുത്ത വീഡിയോസൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിമനോഹരമായിട്ടുള്ള സ്ഥലങ്ങളാണത്. ഈവനിങ് വാക്കിനൊക്കെ ആൾക്കാർ നടക്കാൻ ഇറങ്ങുന്ന സ്ഥലമാണ്. അത് കഴിഞ്ഞ് ഞാൻ നേരെ മെയിൻ റോഡിലേക്ക് കയറി. ഇത് ഡോണിബ്രൂക്ക് ഹിൽ റോഡാണ്. ഇവിടെ നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ കാരിക് ലെയിനും റൈറ്റിലേക്ക് പോയാൽ ഗ്രേഞ്ചുമാണ്. അപ്പോൾ കാരിക് ലെയിൻ റോഡിലേക്ക് പോയി അവിടെയും കുറച്ച് കാഴ്ചകൾ കാണാമെന്ന് വിചാരിച്ചു ഞാൻ സ്ട്രെയിറ്റാ പോയി. ഇത് ഡോണിബ്രൂക്ക് എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇവിടെ ഉള്ളത് കാർ വർക്ക്ഷോപ്പ്, പെയിൻറ്റിങ്, പിന്നെ കാർ സർവീസ്, ആക്സസറീസ്, അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളാണ് ഇവിടെ ഉള്ളത്. അല്ലാണ്ട് കുറേ ഓഫീസും പിന്നെ വേറെ ഷോപ്പുകളൊക്കെ ഉണ്ട്. ആ നേരെ ലൈറ്റ് കാണുന്നത് ഒരു പ്ലേ സ്കൂളാണ്. ഇപ്പം സമയം 8 മണി കഴിഞ്ഞു. ഇവിടെയൊക്കെ നല്ല സ്നോഫാൾ ആയിട്ടുണ്ട്. ഇതാ നേരെ കാണുന്നതാണ് ഞാൻ പറഞ്ഞ പ്ലേ സ്കൂള്. അവിടെ ഓൾറെഡി ഓപ്പൺ ആയി, കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ നിന്നാണ് ഞാൻ പുല്ലിൽ നിന്ന് ഐസ് വാരുന്ന വീഡിയോ ഒക്കെ എടുത്തത്. ഇവിടെയും വണ്ടി കുറച്ചു നേരം പാർക്ക് ചെയ്ത് വീഡിയോസും ഫോട്ടോസും എടുത്തിട്ടാണ് പോയത്. അത് കഴിഞ്ഞ് ഞാൻ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഇത് നമ്മൾ നേരത്തെ വന്ന വഴിയാണ്. ഗ്രേഞ്ചിൽ നിന്ന് ഡഗ്ലസിലേക്കുള്ള റോഡാണ്. ഇപ്പോൾ സമയം ഏകദേശം 9 മണി ആകാറായി. നേരം വെളുത്തു തുടങ്ങി. ഇപ്പോൾ ഇവിടെ പുല്ലിലൊക്കെ ഫുള്ള് ഐസായി. സ്നോഫാൾ നല്ലപോലെ കൂടിയിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ കണ്ട ഗ്രേഞ്ചിലെ ട്രാഫിക് സിഗ്നലാണ്. ഇവിടെ നിന്ന് സ്ട്രൈറ്റാ പോകുന്നതാണ് അൽദിയും സൂപ്പർ വാലിയും. ലെഫ്റ്റിലേക്ക് പോയാലാണ് ഞാൻ താമസിക്കുന്ന വീട്. അങ്ങനെ 9 മണി ആയപ്പോഴേക്കും വീട്ടിൽ എത്തി. വീട്ടിൻ്റെ ഫ്രണ്ടിലൊക്കെ ഫുൾ ഐസാണ്. ഫ്രണ്ടിൽ കിടക്കുന്ന കാറൊക്കെ കണ്ടാൽ അറിയാം. നമ്മൾ 7 മണിക്ക് പോയപ്പോൾ ഇത്ര ഐസ് ഇല്ലായിരുന്നു. 9 മണിക്ക് തിരിച്ചു വന്നപ്പോഴേക്കും എല്ലാ കാറിൻ്റെ മുകളിലും പുല്ലിലൊക്കെ ഫുൾ ഐസായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സ്നോഫാൾ ഉണ്ടായ ദിവസം രാവിലെ ഞാൻ കാറെടുത്ത് പോയപ്പോൾ കണ്ട റോഡിലെ കാഴ്ചകളാണ് നിങ്ങളിന്ന് കണ്ടത്. അയർലൻഡിലെ അടിപൊളി ട്രാവൽ വീഡിയോസായിട്ട് ഇനിയും വരുന്നതായിരിക്കും ഞാൻ. ഈ ചെറിയ വീഡിയോ കണ്ട് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ഞാനിവിടെ ഹാപ്പിയാണ്, നിങ്ങളും ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.